ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു മെയിൽ വരും. എന്താണ് മെയിൽ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം, അതുപോലെ സ്ക്രീൻഷോട്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോ വളരെയധികം ശ്രദ്ധിച്ച് കാണുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ വേഗം പോയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യും. വീഡിയോ നിങ്ങൾ വേഗം പോയി ഡിലീറ്റ് ചെയ്യരുത്. എന്തൊരു പ്രോബ്ലം വന്നാലും വീഡിയോ വേഗം പോയി ഡിലീറ്റ് ചെയ്താൽ ചാനലിന്റെ റീച്ചിന് ബാധിക്കും. ചാനലിന്റെ റീച്ച് കുത്തനെ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വീഡിയോ എന്താണ്, ഇതിനെ കുറിച്ചുള്ള അറിവ് ഞാൻ സമ്പാദിച്ചിട്ട് അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യാം എന്ന് കരുതിയാൽ മതി. ഇവിടെ ഉണ്ടോ, യുവർ യൂട്യൂബ് ഷോർട്സ് ഹാസ് ബീൻ മ്യൂട്ടഡ്. ഈ മ്യൂട്ട് ചെയ്തു. ആദ്യം നിങ്ങളുടെ വീഡിയോ മ്യൂട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നാൽ. പിന്നെ ആൻഡ് മാർക്ക് ആസ് അൺലിസ്റ്റഡ്, അതായത് നിങ്ങൾക്ക് ആ വീഡിയോ അൺലിസ്റ്റഡ് ആക്കും. യൂട്യൂബ് അൺലിസ്റ്റഡ് ആക്കും. മ്യൂട്ട് ചെയ്തിട്ടാണ് അൺലിസ്റ്റഡ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരാണ് ആ ക്രിയേറ്റർ? അതായത് നമ്മളൊരു വീഡിയോ, ഷോർട്സ് വീഡിയോ പോയിട്ട് ഒരാളുടെ ഷോർട്സ് വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ചാനൽ, അതിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീഡിയോനെ ഷോർട്സിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളൊരു ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ സൗണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അത് റിമിക്സിൽ പോയിട്ട് ആ റിമിക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പാർട്ടിനെ നമ്മുടെ വീഡിയോ ആക്കി എടുത്തിട്ട് ആ ഒരു വോയിസ് ഓവർ, അവർ കൊടുത്തിട്ടുള്ള സോങ് ആയിക്കോട്ടെ, വോയിസ് ഓവർ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ അതിന് യൂസ് ചെയ്യുന്നു. ആ ഒരു സൗണ്ടിനെ യൂസ് ചെയ്യുന്നു നമ്മുടെ വീഡിയോ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ ചെയ്തുകൊണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ സൗണ്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അവിടെ ഒറിജിനൽ സൗണ്ട് ആരുടെയാണ്? ആ ഫസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആരാണോ അവരുടെയാണ് ഒറിജിനൽ സൗണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ആക്ഷൻ വീഡിയോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വീഡിയോ ചെയ്യുന്നു, മ്യൂസിക്കുകൾ കൊടുക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ റിമിക്സ് ഉപയോഗിച്ച് റിമിക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ വോയിസ് യൂസ് വോയിസ് അല്ലെങ്കിൽ യൂസ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ ആ സൗണ്ട് യൂസ് ചെയ്യുന്നു, നമ്മുടേതായിട്ടുള്ള ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്ത് തുടക്കത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല, മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒറിജിനൽ ഓണർ ആരാണോ, ആ സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ മ്യൂസിക് ഉപയോഗിച്ചിട്ടുള്ള ഒറിജിനൽ ഓണർ ആരാണോ, അവരുടെ ഷോർട്സ് വീഡിയോ ഒന്നില്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുക, അൺലിസ്റ്റഡ് ആക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുക, ഡിലീറ്റ് ചെയ്യുക. അവരല്ലെങ്കിൽ അത് യൂട്യൂബ് തന്നെ ചിലപ്പോൾ ചാനൽ അവരുടെ ടെർമിനേറ്റ് ആക്കി കളയുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു യൂസ് ചെയ്ത വീഡിയോസ് കാര്യങ്ങളെല്ലാം അവിടെ ഒഴിവായി. അവർക്ക് ഒന്നും അതായത് ആ ഓണർ ഒന്നുമില്ലെങ്കിൽ ഓണർ വേണം വെച്ചിട്ട് അത് ഓഫ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിൽ ആ ഒറിജിനൽ ഓണർ ചെയ്തിട്ടുണ്ടാവും. ആ കാരണത്താൽ അത് യൂസ് ചെയ്തിട്ടുള്ള എത്തരത്തിലുള്ള ആളുകൾ, ഒരുപാട് ആളുകളുണ്ടാവും ആ സോങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവർ. അവർക്കെല്ലാം ഇത്തരത്തിലുള്ള മെയിൽ വരും. ഇവിടെ ഞാൻ മെയിൽ കാണിച്ചല്ലോ, യുവർ യൂട്യൂബ് ഷോർട്സ് ഹാസ് ബീൻ മ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെയിൽ വരും. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ മ്യൂസിക് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോരുത്തരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിവ്, അതായത് യൂട്യൂബ് ഒന്നിലേക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ ചേഞ്ചസ് വരുത്താം. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോസ് ഇടാം എന്നാണ് യൂട്യൂബ് പറയുക. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നത്. മ്യൂട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആ ഒറിജിനൽ ഓണർ ഡിലീറ്റ് ചെയ്തപ്പോൾ ആ സൗണ്ട് യൂസ് ആവുന്നില്ല. അതാണ് ഓട്ടോമാറ്റിക്കായി മ്യൂട്ടഡ് ആകുന്നത്. മ്യൂട്ടഡ് ആയപ്പോൾ യൂട്യൂബിൽ ഈ സൗണ്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബ് എന്തായാലും വെച്ച് പൊറപ്പിക്കത്തില്ല. അത് ചാനലിൽ ഇടാൻ യൂട്യൂബ് സമ്മതിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല, ആക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ കാരണത്താൽ യൂട്യൂബ് അത് അൺലിസ്റ്റഡ് ആക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് മെയിൽ തരുന്നു. അപ്പൊ ഈ മെയിൽ വന്നതും ഒരുപാട് സുഹൃത്തുക്കൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, എന്റെ വീഡിയോക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു പോളിസി വയലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് എന്തോ എനിക്ക് പണി കിട്ടാൻ പോവുകയാണ്, എന്റെ ചാനൽ മൊത്തത്തിൽ ഡിലീറ്റ് ആവാൻ പോകുന്നു എന്ന് തോന്നുന്നു എന്ന് കരുതി വേഗം ഓടിപ്പോയി ആ ഷോർട്സിനെ ഡിലീറ്റ് ആക്കാറുണ്ട്. ഡിലീറ്റ് അല്ല, അത് അൺലിസ്റ്റഡ് ആയി കിടക്കുന്നതാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാം, അതായത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മെയിലാണ്. ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ത് കാരണമാണെന്ന് മനസ്സിലാക്കുക. അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നമ്മൾ അതിനുള്ള ആൻസർ തരുന്നുണ്ട്. അപ്പൊ ഇത് അറിയാണ്ട് ഓടിപ്പോയിട്ട് ഇത്തരത്തിൽ ചെയ്യരുത്. ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇതെന്തായാലും വരും. ഇങ്ങനെയുള്ള ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് 2026 പുതുതായിട്ട് നമ്മുടെ പുതുതായിട്ട് ക്രിയേറ്റേഴ്സ് ഒക്കെ കടന്നു വരുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ വരുമ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഒരു വ്യക്തി, ഇത് കണ്ടോ, ഇതെന്താണ് ഇന്നലെ എനിക്ക് ഇതുപോലെ സാർ, എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല, ഒന്ന് നോക്കി പറയാവോ പ്ലീസ് സാർ? എന്താന്ന് അറിയുന്നില്ല. എന്റെ ഇതുപോലെ എന്റെ യൂട്യൂബ് ഷോർട്സ് മ്യൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ചാനലിന്റെ ഇത് അയച്ചിട്ടുണ്ട്, ലിങ്ക് അയച്ചിട്ടുണ്ട് സാർ. പ്ലീസ് ഒന്ന് നോക്കൂ സാർ, പ്ലീസ് ഫ്രീ ആവുമ്പോൾ കണ്ട. ഇത് അറിയാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ ടെൻഷൻ ആകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട്, ഒരു ടെൻഷനും വേണ്ട, ഇതെന്താ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നല്ലോ. ഇനി അഥവാ ഡിലീറ്റ് ആക്കിയാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അത് അൺലിസ്റ്റഡ് ആക്കി കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, നിങ്ങളുടെ ചാനലിന് കുഴപ്പമില്ല. അതിനുകൊണ്ട് ഡിലീറ്റ് ആക്കാനൊന്നും നിൽക്കണ്ട, അത് അവിടെ കിടന്നോട്ടെ എന്ന് വെക്കാം.
ഓക്കെ, ഈ ഡിലീറ്റ് ആക്കുന്ന പ്രവണത കൂടുമ്പോഴാണ് നമ്മുടെ ചാനലിന്റെ റീച്ച് പോകുന്നത്. അങ്ങനെ ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീച്ച് നല്ല രീതിയിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഒന്ന് ഡിലീറ്റ് ആക്കുക. പിന്നെ ആ റീച്ച് വിടാതെ തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക. നിങ്ങളുടെ യൂട്യൂബേഴ്സിലുള്ള നിങ്ങളുടെ ഫാമിലി വീഡിയോസ് കാണും എന്നുള്ള ആ ടൈമിൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒരിക്കലും നമ്മൾ ചാനലിൽ നിന്ന് വിട്ടുപോകരുത്. കാരണം വിട്ടുപോയി കഴിഞ്ഞാൽ റീച്ച് പാടെ പോകും. റീച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടണം. പിന്നെ ഓരോരുത്തരുടെ ജോലി കാര്യങ്ങളാണ്, അവർക്ക് പലപ്പോഴും ടൈം കിട്ടത്തില്ല, സാഹചര്യം ശരിയാവില്ല. അപ്പൊ എനിക്ക് എന്റെ വീട്ടിലിരുന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കുക, കുട്ടികളൊക്കെ കൊടുന്നിട്ട് ബഹളം വെക്കണം. അപ്പൊ ഞാൻ വണ്ടിയിൽ വന്നിട്ട് കാറിൽ ഇരുന്നിട്ട് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കണം. അപ്പൊ എന്റെ സാഹചര്യം ഇങ്ങനെയാണ്. എനിക്ക് ഇതിൽ വന്ന് ഇരുന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളില്ല. കുട്ടികൾ വന്നിട്ട് ട്രൈപോഡ് വലിച്ചിടുക, അല്ലെങ്കിൽ സൗണ്ട് മറ്റുള്ള നോയ്സ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ വന്ന് ഇരുന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മുടെ കണ്ടന്റ് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ഫാമിലിക്ക് എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ സാഹചര്യം ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള സാഹചര്യത്തിനൊത്ത് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള മെയിൽ വന്നാൽ ആരും ടെൻഷൻ ആവേണ്ട. ഇത്തരത്തിലുള്ള കാര്യമാണ്, വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലായെന്ന് കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.